നമ്മുടെ $1,000,000 ആമസോൺ ചാലഞ്ചിൻ്റെ 6ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആഡ് സെറ്റിങ്ങും ആഡ് എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ ആഡ് സെറ്റ് ചെയ്യാം, ഈ കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലീൻ അപ്രോച്ച് അല്ലെങ്കിൽ ലീൻ മെത്തേഡ്. ഈ ലീൻ മെത്തേഡ് പോപ്പുലറായിട്ട് വന്നത് ടൊയോട്ടയുടെ മാനുഫാക്ചറിങ്ങിലാണ്. ടൊയോട്ട അവർ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അവർ കസ്റ്റമേഴ്സിന് എന്താവശ്യമില്ല ആ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാക്കി. ഇതാണ് ലീൻ മെത്തേഡ്. അതായത് നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങുകയാണെങ്കിൽ അത് ഏറ്റവും മിതമായിട്ട്, അത് ഏറ്റവും സിമ്പിളായിട്ട് തുടങ്ങുക, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എന്താണോ നമുക്കതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കാര്യം മാത്രം തുടങ്ങിക്കൊണ്ട് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളൊക്കെ നെഗ്ലക്ട് ചെയ്തിട്ട് തുടങ്ങുക എന്നുള്ളതാണ് ലീൻ അപ്രോച്ച്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആമസോൺ ബിസിനസ് ഇത് തുടങ്ങുന്ന സമയത്ത് പലരും ആലോചിച്ചിട്ടുണ്ടാവുക, നമുക്ക് ഇതിന് ഗോഡൗൺ വേണം, ഓഫീസ് സ്പേസ് വേണം, പിന്നെ അതുപോലെ തന്നെ എംപ്ലോയീസ് വേണം, കുറേ പ്രൊഡക്റ്റുകൾ വേണം, ഇങ്ങനെയായിരിക്കും. എന്നാൽ ലീൻ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മളെ റവന്യൂവിനെ ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ സെക്കൻഡറി തിങ്സ് ആണ്, സെക്കൻഡറി കാര്യങ്ങളാണ്. നമ്മൾ ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു നല്ല പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്ത് കണ്ടെത്തുക, അത് ഓൺലൈനിൽ ലിസ്റ്റ് ചെയ്യുക, അത് സെല് ചെയ്തിട്ട് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് നിങ്ങൾ ഇത് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന വലിയൊരു ഗോഡൗണിലാണോ, ഇത് പാക്ക് ചെയ്യുന്നത് നിങ്ങൾ എംപ്ലോയീസ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫീസ് ഉണ്ടോ, ഈ കാര്യങ്ങളൊന്നും നിങ്ങളെ കസ്റ്റമേഴ്സിന് അറിയേണ്ട ആവശ്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊഡക്റ്റ് ഓക്കെ ആണോ, നമ്മുടെ യൂസിന് കറക്റ്റ് ആയിട്ട് എത്തുന്നോ, നല്ല ക്വാളിറ്റി ഉണ്ടോ, ഈ കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയണ്ടോ. അപ്പോൾ നിങ്ങളെ കസ്റ്റമർക്ക് എന്താണോ ആവശ്യം, എന്താണ് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടായിരുന്നത്, അതിൽ ഫോക്കസ് ചെയ്തിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കലാണ് ലീൻ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫീസും അതുപോലെ എംപ്ലോയീസും ഒന്നും വേണ്ടാന്നല്ല. എപ്പം നിങ്ങൾക്ക് കൂടുതൽ ഓർഡേഴ്സ് വരുന്നു, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ ഓർഡേഴ്സ് വരുന്നോ അന്ന് നിങ്ങൾക്ക് എംപ്ലോയിനെ എടുക്കാം. എപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സൗകര്യത്തിൽ പ്രൊഡക്റ്റുകൾ സ്റ്റോക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നോ അന്ന് നിങ്ങൾക്ക് ഒരു ഗോഡൗൺ എടുക്കാം. എന്ന് നിങ്ങൾക്ക് ഒരുപാട് എംപ്ലോയീസ് ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരുന്നോ അന്ന് നിങ്ങൾക്ക് ഒരു ഓഫീസ് എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് വളർന്നു വരുന്നതാണ് ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. അതായത് തിങ്ക് ബിഗ് ആൻഡ് സ്റ്റാർട്ട് സ്മോൾ എന്നുള്ളതാണ് എല്ലാവർക്കും തുടക്കത്തിൽ ഏറ്റവും ബെസ്റ്റ്. എന്നോട് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, 5 ലക്ഷം രൂപയുണ്ട്, ഇതിട്ട് ഞാൻ ബിസിനസ് തുടങ്ങട്ടെ എന്നുള്ള രീതി. അപ്പോൾ അവരോട് ഞാൻ ഇത് തന്നെയാണ് പറയാറ്, നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് പിന്നെ നിങ്ങളുടെ ഗ്രോത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം മറക്കാതിരിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് ആമസോണിൽ ലൈവാക്കി, നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു, ബൈ ബോക്സ് കണ്ടു. പ്രൊഡക്റ്റ് വാങ്ങാൻ തക്കത്തിൽ നമ്മളെ പ്രൊഡക്റ്റ് ആമസോണിൽ ലൈവായി. നമ്മളതിൽ ബൈ നൗ ബട്ടണൊക്കെ കണ്ടു. നമ്മൾ ആമസോണിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കി നമ്മുടെ പ്രൊഡക്റ്റ്, അപ്പോൾ ആമസോണിൽ ലൈവ് വന്നു, ആമസോണിൽ പ്രൊഡക്റ്റ് കണ്ടു. ഇങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് ഇന്ന് ആമസോണിൽ ലൈവാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഈ പ്രൊഡക്റ്റ് നമ്മൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്താലും അത് കിടക്കുക 5ാമത്തെയോ 10ാമത്തെയോ 15ാമത്തെയോ ഒക്കെ പേജിലായിരിക്കും. കോമ്പറ്റീഷൻ അനുസരിച്ച് പല പേജുകളിലേക്കും പോയി കിടക്കാം. അപ്പോൾ ഈ പ്രോഡക്റ്റ് നമ്മൾ 1ാമത്തെ പേജിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ കസ്റ്റമേഴ്സ് ഈ ഒരു ഇപ്പോൾ നമ്മുടെ പെറ്റ് കണ്ടെയ്നേഴ്സിന് സെർച്ച് ചെയ്തിട്ട് വരുന്ന സമയത്ത് ആദ്യം നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടിട്ട് അത് വാങ്ങുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ സെയിലും കൂടുതൽ പ്രോഫിറ്റും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് 1ാമത്തെ പേജിലെത്തണം. 1ാമത്തെ പേജിൽ എത്തണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റ് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. അപ്പോൾ പ്രൊഡക്റ്റ് ഒപ്റ്റിമൈസേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിൻ്റെ സമയത്ത് പിന്നെ ആട്രിബ്യൂട്ട് ഷീറ്റിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ടൈറ്റിൽ ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ബുള്ളറ്റ് പോയിന്റ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഒപ്റ്റിമൈസേഷൻ ഒരുപാട് കാര്യങ്ങൾ ഇനി വേറെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഒപ്റ്റിമൈസേഷന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം, ഹൈലി എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അതിന് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മളെന്താ വെച്ചാൽ പ്രൊഡക്റ്റിൻ്റെ റാങ്കിങ് കൂടണം. ആമസോണിൽ ഇപ്പോൾ 9ാമത്തെയോ 10ാമത്തെയോ ഒക്കെ പേജിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ടാവുക. ഈ പ്രൊഡക്റ്റ് നമ്മൾ റാങ്ക് കൂട്ടി എന്ത് ചെയ്യണം, 1ാമത്തെ പേജിൽ എത്തിക്കണം. 1ാമത്തെ പേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ റിവ്യൂ, നമ്മൾ ആഡ് കൊടുക്കാതെ തന്നെ പ്രൊഡക്റ്റ് ഇങ്ങനെ പോകും. അപ്പോൾ എന്താ വെച്ചാൽ തുടക്ക സമയത്തിൽ നമ്മൾ ചിലപ്പം ആഡിന് സ്പെൻഡ് ചെയ്യേണ്ടി വരിക 20 to 25% ഒക്കെ 30% ഒക്കെ നമ്മൾ തുടക്കത്തിൽ ആഡിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ അത് കുറഞ്ഞ് നമ്മൾ ആ ആഡിങ്ങിന് ഒപ്റ്റിമൈസ് ചെയ്ത് കുറഞ്ഞ് വന്നിട്ട് ഒരു 10 ഇല്ലെങ്കിൽ 5% വരെ നമുക്ക് എത്തിക്കാൻ പറ്റും. 5% കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ, അതായത് 100 രൂപയുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ 5 രൂപ ആഡിന് സ്പെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ആഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നില്ല, ബേസിക് ആഡ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു ആഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 ആഴ്ചയൊക്കെ റൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രൊഡക്റ്റിൻ്റെ ഡാറ്റ നമുക്ക് കിട്ടുള്ളൂ, ആഡിൻ്റെ ഡാറ്റ. അതായത് ആളുകൾ എന്ത് കീവേഡ് സെർച്ച് ചെയ്യുന്നവരാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് കൂടുതൽ ആളുകൾ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്നത്, എന്ത് സെർച്ച് ചെയ്യുന്നവരാണ് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് പെറ്റ് കണ്ടെയ്നർ അല്ലെങ്കിൽ PET കണ്ടെയ്നർ.
PET കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് PET എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മോസ്റ്റ് ആളുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, PET കണ്ടെയ്നർ എന്നൊന്നും വന്ന് സെർച്ച് ചെയ്യുന്നില്ല. ഇപ്പം നമുക്കൊന്നും അറിയില്ല. ചിലപ്പോൾ നിങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ പെറ്റ് കണ്ടെയ്നർ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ, ഇല്ലെങ്കിൽ PET കണ്ടെയ്നർ എന്ന് പറയുന്നത് കേൾക്കുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്, PET കണ്ടെയ്നർ എന്നുള്ള ആ പേരറിയുന്നത്. നമ്മൾ സാധാരണ കിച്ചൺ ജാറ്, ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ജാറ്, ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈസസ് ജാറ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ അതുപോലെ പലരും പല രീതിയിലാണ് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആഡ് സെറ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കലും ആഡും അതുപോലെ തന്നെ മാനുവൽ ആഡും സെറ്റ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഓട്ടോമാറ്റിക്കൽ ആഡ്, എന്താണ് മാനുവൽ ആഡ് എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്, ആഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ രണ്ട് ആഡ് സെറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കൽ ആഡ് എന്നുള്ള ഡാറ്റയും മാനുവൽ ആഡ് എന്നുള്ള ഡാറ്റയും എടുക്കും. അതായത് ഏത് കീവേഡ്, ഇപ്പോൾ പിന്നെ കിച്ചൺ ജാറാണോ, സ്പൈസസ് ജാറാണോ, ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ജാറാണോ, ഏതിലാണ് കൂടുതൽ ആളുകൾ കണ്ടിട്ട് ക്ലിക്കുകൾ കൂടുതൽ വന്നിട്ടുള്ളത്, ഏതിലാണ് കൂടുതൽ സെയിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കും. ആമസോണിനെ സംബന്ധിച്ചിടത്തോളം പരസ്യത്തിന് പൈസ, നമ്മൾ പരസ്യം കാണിക്കാൻ പൈസ ഇല്ല. അതായത് നമ്മൾ പെറ്റ് ജാർന്ന കണ്ടെയ്നർ എന്ന് പറഞ്ഞുള്ള പരസ്യത്തിന് നമ്മളിപ്പോൾ 12 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ 12 രൂപക്ക് ആ പരസ്യം ആമസോണിൽ കാണിക്കാൻ അവർ പൈസ വാങ്ങില്ല. പക്ഷേ ആരെങ്കിലും വന്ന് ആ പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ അതായത് ഒരു ക്ലിക്ക് അതിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളിരുന്ന് ഒരു ക്ലിക്കിന് 12 രൂപ എന്നാണ് നമ്മൾ ബിഡ് ചെയ്തെങ്കിൽ, അതായത് നമ്മൾ ഇതിൽ ബിഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 12 രൂപയാണ് ബിഡിങ് റേറ്റ് കൊടുത്തെങ്കിൽ ഒരു ക്ലിക്കിന് 12 രൂപ എടുക്കും. പക്ഷേ ഒരു 1000 പേര് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണ്ട, 1 രൂപ അവർക്ക് കൊടുക്കണ്ട, ക്ലിക്കിന് മാത്രം കൊടുത്താൽ മതി. അതിന് പേ പെർ ക്ലിക്ക്, PPC എന്ന് പറയും, ആമസോൺ PPC എന്ന് പറയും. അപ്പോൾ നമ്മൾ റൺ ചെയ്യുന്നത് ആമസോൺ PPC ആഡാണ്. ആമസോണിൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അറിയില്ല ഏത് കീവേഡാണ് കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തിട്ട് കൂടുതൽ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത്, ഏത് കീവേഡ് ക്ലിക്ക് ചെയ്തിട്ടാണ് കൂടുതൽ ആളുകൾ ഈ പ്രൊഡക്റ്റ് കിട്ടണത് എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്, ഈ മാർക്കറ്റിനെ കുറിച്ച് അറിയില്ല. ഇപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ഡിഷ് റാക്ക് ആണെങ്കിൽ ഡിഷ് റാക്ക് എന്നാണോ സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ കിച്ചൺ റാക്ക് എന്നാണോ സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂട്ടൻസിൽസ് റാക്ക് എന്നാണോ ആളുകൾ സെർച്ച് ചെയ്യുന്നത്, ഏത് കീവേഡാണ് കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നതെന്നും ഏത് കീവേഡ് വെച്ചിട്ടാണ് കൂടുതൽ ആളുകൾ വാങ്ങുന്നതെന്നും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ നമുക്ക് തുടക്കത്തിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്യാമ്പയിനും മാനുവൽ ക്യാമ്പയിനും സെറ്റ് ചെയ്യും. എന്നിട്ട് ഓട്ടോമാറ്റിക് ക്യാമ്പയിനിൽ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ടൈപ്പും അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന നെയിമും ഡിസ്ക്രിപ്ഷനൊക്കെ അതിൽ നിന്നൊക്കെ ആമസോൺ എടുത്തിട്ട് ആമസോൺ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആമസോണാണ് ആ ആഡ് പെർഫോം ചെയ്യുന്നത്. ആ ആഡ് കുറച്ച് ദിവസം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡാറ്റ കിട്ടും. അതായത് കസ്റ്റമേഴ്സ് ഇന്ന കീവേഡ് ക്ലിക്ക് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത്, അതുപോലെ തന്നെ ഇതാണ് കൂടുതൽ പെർഫോം ചെയ്യുന്ന കീവേഡ് എന്നുള്ളത്, ആ കീവേഡ്സിൻ്റെ ഡാറ്റ നമുക്ക് കിട്ടും. ആ കീവേഡ്സിൻ്റെ ഡാറ്റ അതുപോലെ തന്നെ നമ്മൾ മാനുവൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാനുവലും കുറച്ച് ആമസോൺ തന്നെ സജസ്റ്റ് ചെയ്യുന്ന കീവേഡ് ഉണ്ടാവും. ആ കീവേഡുകളിൽ ഒരു മിനിമം ബിഡ് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. സെറ്റ് ചെയ്തിട്ട് ആ ഒരു കീവേഡുകൾ അതിലും നമ്മൾ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന കീവേഡാണ് കൂടുതൽ ആളുകൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്, ഇതിലാണ് കൂടുതൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഇതിൽ നിന്നാണ് കൂടുതൽ സെയിൽ വന്നിരിക്കുന്നത്, നമുക്ക് ആ ഒരു ഡാറ്റ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ രണ്ട് ഡാറ്റകളും ഈ ഓട്ടോമാറ്റിക് ക്യാമ്പയിനിൽ കിട്ടുന്ന ഈ കീവേഡ്, ഏതൊക്കെ കീവേഡാണ് പെർഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ കീവേഡാണ് നല്ലോണം സെയിൽ കൊണ്ടുവരുന്നത്, ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്ന കീവേഡുകളും നമുക്ക് ഓട്ടോമാറ്റിക്കിൽ നിന്ന് കിട്ടുന്ന കീവേഡുകളും മാനുവലിൽ നിന്ന് കിട്ടുന്ന കീവേഡുകളും നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രൊഡക്റ്റിൻ്റെ പെർഫെക്റ്റ് ആഡാക്കി മാറ്റാം. അപ്പോൾ ഫൈനൽ ആഡിൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർഫോം ചെയ്യുന്ന കീവേഡുകൾ മാത്രം കറക്റ്റ് ബിഡ് റേറ്റിൽ ഇട്ടിട്ട് അതിൻ്റെ എക്സ്പെൻസ്, അതായത് ആഡിൻ്റെ എക്സ്പെൻസ് കുറച്ച് ഏക്കോസ് നമ്മളൊരു 5% എത്തി. ഇതാണ് ആഡിൻ്റെ ശരിക്കുള്ള സ്ട്രാറ്റജി. അപ്പോൾ എന്ന് വെച്ചാൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ തിയറിയിലേക്ക് പോകണ്ട. അതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ആഡ് സെറ്റ് ചെയ്യുക, എങ്ങനെയാണ് അത് ഫസ്റ്റ് പേജിലേക്ക് എത്തിക്കുക, എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്ത് കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റ് പേജിലേക്ക് എത്താനുള്ള കുറേ കാര്യങ്ങളുണ്ട്. കൂടുതൽ റിവ്യൂ വേണം, കൂടുതൽ നല്ല രീതിയിലുള്ള ഫോട്ടോഗ്രാഫി വേണം, അതുപോലെ തന്നെ പ്രീമിയം ഫോട്ടോഗ്രാഫി വേണം, ബ്രാൻഡ് രജിസ്റ്റർ വേണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു പ്രൊഡക്റ്റ് ഒപ്റ്റിമൈസേഷൻ വേണമെങ്കിൽ നമുക്കത് വേറെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആമസോൺ ആഡ്സിലേക്ക് പോകാം. ആമസോൺ ആഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, ആമസോൺ ആഡിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ആമസോണിൻ്റെ സെല്ലർ പാനലാണ് ഉള്ളത്. ഇനി നമ്മൾ ഇന്നലെ നമ്മൾ ലിസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് ഇവിടെ മാനേജ് ഇൻവെൻറ്ററി കയറി കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ലിസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് ഇവിടെ കണ്ടോ, BB01 എന്താണ് ബിഗ് വേ 18 പീസ് പ്ലാസ്റ്റിക് സ്റ്റോറേജ് കണ്ടെയ്നർ എന്നുള്ള ഈ പ്രൊഡക്റ്റ് 100 പീസ് അവൈലബിൾ ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് ഇവിടെ കാണുന്നുണ്ട്, എല്ലാം റെഡിയാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആമസോണിൽ എടുത്തു കഴിഞ്ഞാൽ ആമസോണിൽ നമ്മളെ പ്രൊഡക്റ്റ് കാണുന്നുണ്ട്. ഇത് ആമസോണിൻ്റെ പ്രൈസും കാര്യങ്ങളും നമ്മളിവിടുത്തെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്പെസിഫിക്കേഷനൊക്കെ ഉണ്ട്. ബൈ നൗ ബോക്സ് ഉണ്ട്. ഈ ബൈ ബോക്സ് ചിലപ്പോൾ നിങ്ങളിപ്പോൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൈ ബോക്സ് കാണില്ല. അപ്പോൾ ആഡ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ആഡ് ടു കാർട്ട് ബൈ നൗ ബട്ടൺ ഉണ്ട്. പക്ഷേ ചില പ്രൊഡക്റ്റുകൾക്ക് ഈ ആഡ് ടു കാർട്ട് ബൈ നൗ ബട്ടൺ ഉണ്ടാവില്ല. ഈ ആഡ് ടു കാർട്ട് ബൈ നൗ ബട്ടൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഇവിടെ ബൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേസമയത്ത് ഞാനിപ്പോൾ ആമസോണിൽ സെർച്ച് ചെയ്ത് വെച്ച ഒരു പ്രൊഡക്റ്റാണ് ഈ ക്രാഡിൽ. അപ്പോൾ ഈ ക്രാഡിൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം
ഇതിന് ബൈ ബോക്സ് ഇല്ല. ബൈ ബോക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ബൈ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ കാണാനില്ല. ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ സീ ഓൾ ബൈയിങ് ഓപ്ഷൻസും അതുപോലെ തന്നെ ആഡ് ടു വിഷ് ലിസ്റ്റുമാണ് ഉള്ളത്. അപ്പോൾ ഈ സീ ഓൾ ബൈയിങ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഇവിടുന്ന് ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം, ആ കാർട്ട് പോയിട്ട് വേണം ഇവിടെ ബൈ ടു പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസീഡ് ടു ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും പ്രൊസീജിയറിൻ്റെ ബൈ ബോക്സ് ഇല്ലെങ്കിൽ, അപ്പോൾ ഈ ബൈ ബോക്സ് ഇല്ലാതിരിക്കുന്നതുകൊണ്ട് കസ്റ്റമേഴ്സിന് എന്താണ് ഡയറക്റ്റ് 1 ക്ലിക്കിൽ പ്രൊഡക്റ്റ് വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ബൈ ബോക്സ് ഇല്ലെങ്കിൽ നമുക്ക് ആഡ് സെറ്റ് ചെയ്യാനും പറ്റില്ല. രണ്ടാമത്തെ പ്രശ്നം ഞാനിവിടെ ബൈ ബോക്സ് പറയാൻ കാരണം, ബൈ ബോക്സ് ഇല്ലാത്തതിൻ്റെ രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ആമസോണിൽ നിങ്ങൾക്ക് ആഡ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോൾ ആഡ് സെറ്റ് ചെയ്യാനാണല്ലോ ഈ വീഡിയോയിൽ പോകുന്നത്. അപ്പോൾ ആഡ് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ബൈ ബോക്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. ബൈ ബോക്സ് ഇല്ലാത്ത പ്രൊഡക്റ്റൊക്കെ നമുക്ക് ആഡ് സെറ്റ് ചെയ്യാൻ പറ്റില്ല, ആഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തുടക്ക സമയങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ബൈ ബോക്സ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് സമയം നിങ്ങൾ എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് ഒപ്റ്റിമൈസേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റ് പ്രൊഡക്റ്റ് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1, 2, 3, 4 ഓർഡറൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, ആമസോണിൽ തന്നെ ഓർഡർ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബൈ ബോക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ വരും. കറക്റ്റ് പ്രൊഡക്റ്റ് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ബൈ ബോക്സ് വരും. ബൈ ബോക്സ് ഇല്ലാത്ത ആളുകൾക്ക് ബൈ ബോക്സ് എങ്ങനെയാണ് വരുത്തുക, എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പുതിയ ലിസ്റ്റിംഗ് ചെയ്ത പ്രൊഡക്റ്റിന് എങ്ങനെയാണ് പെട്ടെന്ന് ബൈ ബോക്സ് വരുത്തുക എന്നുള്ള വീഡിയോ നമുക്ക് വേറെ ഒന്ന് ചെയ്യാം. ഇപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോസ് നോക്കിയിട്ട് കറക്റ്റ്ലി പ്രൊഡക്റ്റ് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2-3 ആഴ്ച, ചിലത് 1 മാസം എടുക്കും. ആ സമയം കൊണ്ട് എന്താ വെച്ചാൽ ബൈ ബോക്സ് നിങ്ങൾക്ക് കിട്ടും. ബൈ ബോക്സ് കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്ന ആഡ് സെറ്റിംഗ് പറ്റുള്ളൂ. അല്ലെങ്കിൽ ആഡ് സെറ്റ് ചെയ്യാൻ കഴിയില്ല, ആഡ് സ്പെൻഡ് ആവില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളുള്ളത് ആമസോണിൻ്റെ പാനലിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റുകൾ നമ്മൾ ഉണ്ട്, ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ആഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആമസോണിൽ ഇവിടെ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അഡ്വർടൈസിംഗിൽ നമുക്ക് എന്തുണ്ട്, ക്യാമ്പയിൻ മാനേജർ എന്ന് പറഞ്ഞുള്ള ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ക്യാമ്പയിൻ മാനേജറിലേക്ക് പോവാം. നമ്മൾ ഈ ഒരു സീരീസിൽ ഒരു ബേസിക് ആയിട്ടുള്ള സെല്ലിങ്ങിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഒരു സാധനം തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സെയിൽ ആമസോണിൽ ഈ ഒരു വീഡിയോസിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ A to Z ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സെയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ ആമസോൺ അഡ്വർടൈസിങ്ങിൻ്റെ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണം, കാര്യങ്ങൾ പറഞ്ഞാണ് സിംപ്ലിഫൈഡ് നാവിഗേഷൻ, കുറച്ചുകൂടെ എന്താണ് സിംപ്ലിഫൈ ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാണ്. ഇത് ജസ്റ്റ് അഡ്വർടൈസിങ്ങിൻ്റെ കാര്യങ്ങൾ കൺസോളിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇതാണ് ആമസോണിൻ്റെ അഡ്വർടൈസിംഗ് മാനുവൽ. ഇവിടെ നിൽക്കുകയാണ് advertising.amazon.in പറഞ്ഞിട്ട്. ഇത് കുറച്ച് മുന്നേ ഒരു 2-3 മാസം മുന്നേ വരെ ഇത് വേറൊരു രീതിയിലായിരുന്നു ഇതിൻ്റെ ഡിസൈൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ അവർ സിമ്പിൾ ആക്കിയിട്ടുണ്ട്. ആമസോൺ ആഡിന് വേണ്ടി മാത്രമായിട്ട് ഒരു പാനലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാനേജ്മെൻറ്റ്, ഡ്രാഫ്റ്റ്, സെറ്റിംഗ്, ഹിസ്റ്ററി, നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സെറ്റിങ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ആഡ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ആഡ് സെറ്റ് ചെയ്യുന്നത് ആദ്യം നമുക്ക് ആഡ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ആഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ എന്താണ് ക്രിയേറ്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ക്രിയേറ്റ് ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിന് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 തരം ക്യാമ്പയിനാണ് ആമസോണിലുള്ളത്. ഒന്ന് സ്പോൺസേർഡ് പ്രൊഡക്റ്റും ഒന്ന് സ്പോൺസേർഡ് ബ്രാൻഡും. അതായത് ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രാൻഡിന് ആഡ് കൊടുത്തിട്ട് എന്താ വെച്ചാൽ ബ്രാൻഡ് ടോപ്പിൽ വരുന്ന രീതിയിലാക്കുക. രണ്ടാമത്തേത് ആഡ് വൈസ് പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആഡ്, അതായത് പ്രൊഡക്റ്റ് വൈസ് ആഡ് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ കണ്ടല്ലോ Amazon.in പോയി കഴിഞ്ഞാൽ തന്നെ കാണാം. ഇപ്പോൾ Amazon.in പോയിട്ട് ഞാനിപ്പോൾ പെറ്റ് കണ്ടെയ്നർ എന്നടിക്കുകയാണ്. PT കണ്ടെയ്നേഴ്സ് ഫോർ കിച്ചൺ എന്നടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ എന്തുണ്ട്, ഒരു ബ്രാൻഡ് വൈസ് ആഡ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രോസിൽ എന്ന് പറഞ്ഞുള്ള ബ്രാൻഡ് വൈസ് എന്നിട്ട് ഒരു ആഡ് കൊടുത്തിട്ടുണ്ട്. അതേ സമയത്ത് നിങ്ങൾ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഇതുണ്ടോ, പ്രൊഡക്റ്റുകൾ 3 പ്രൊഡക്റ്റുകൾ കാണാം നിങ്ങൾക്ക്. അതായത് ഇത് പ്രൊഡക്റ്റ് വൈസ് ആഡാണ്. പ്രൊഡക്റ്റ് വൈസ് ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇനീഷ്യലി ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റ് വൈസ് ആഡ് ചെയ്താൽ മതി. പ്രൊഡക്റ്റ് വൈസ് ആഡാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഈ ഒരു ബ്രാൻഡ് വൈസ് ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതൊരു ബ്രാൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് ആമസോണിലുണ്ട്. അപ്പോൾ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തിട്ട് ആ ഒരു ബ്രാൻഡിൻ്റെ സാധനങ്ങൾ മാത്രം ആഡ് കൊടുക്കുന്നതിനാണ് കേട്ടോ. ഇതൊരു ബ്രാൻഡാണ്. അപ്പോൾ ബ്രാൻഡ് വൈസ് പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ആമസോൺ ബ്രാൻഡ് രജിസ്റ്റർ ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ബ്രാൻഡ് വൈസ് ആഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം എൻറോൾ യുവർ ബ്രാൻഡ് എന്നൊക്കെ കാണാം. ബ്രാൻഡ് രജിസ്റ്ററിക്ക് വേണ്ടിയിട്ടാണ്. അതൊന്നും നമുക്കിപ്പോൾ പോകണ്ട, അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്പോൺസേർഡ് പ്രൊഡക്റ്റിനാണ് നമ്മൾ ആഡ് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ, ക്രിയേറ്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു വിൻഡോ വരും. നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന് ആഡ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ക്യാമ്പയിൻ നെയിം ചെയ്തണം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ പെറ്റ് കണ്ടെയ്നർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പേരും കൊടുക്കാം, ഓർമ്മ വരുന്ന എന്ത് പേരും കൊടുക്കാം. പെറ്റ് കണ്ടെയ്നർ ആഡ്സ് കിറ്റ് എന്ന് കൊടുക്കാം. അടുത്തത് നമുക്ക് സ്റ്റാർട്ട് ഡേറ്റ് എന്ത് ചെയ്യാം, 2 ഒക്ടോബർ ആണ് എൻഡ് ഡേറ്റ് കൊടുക്കണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഡേറ്റ് കൊടുത്താൽ ആ എൻഡിലേക്ക് ആ ഒരു ഇപ്പോൾ സീസണൽ സെയിലൊക്കെ ഉണ്ടാവുമല്ലോ, ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഒക്ടോബർ 2 മുതൽ നവംബർ 21 വരെ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു ലിമിറ്റഡ് ടൈമിൽ വരുന്ന ഒരു സെയിൽ ഉണ്ടാവും. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ആഡ് സെറ്റ് ചെയ്യാം.
അതായത് ആ സമയത്ത് മാത്രം ഒരു ഹ്യൂജ് മാർക്കറ്റ് കവർ ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായിട്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുക്കാം. പക്ഷേ അല്ലാതെ കോമൺലി സെറ്റ് ചെയ്യുന്നതിന് എൻഡ് ഡേറ്റും നിങ്ങൾ കൊടുക്കണ്ട. രണ്ടാമത്തെ ഡെയിലി ബഡ്ജറ്റാണ്. ഒരു ദിവസം നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആഡിന് വേണ്ടി ഒരു എമൗണ്ട് നേരത്തെ നമ്മൾ ആട്രിബ്യൂട്ട് ഷീറ്റ് ഫില്ല് ചെയ്ത സമയത്ത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കിയാൽ അതിൽ കാണാം നമ്മൾ 10% എന്തിൻ്റെ ആഡിന് വെച്ചിട്ടുണ്ട്. അത് ഏവറേജ് പ്രൈസാണ്. നമുക്ക് ഏകദേശം തുടക്കത്തിൽ ഒരു 30% ഒക്കെ നമ്മൾ ആഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഡെയിലി ബഡ്ജറ്റ് ഒരു 100 രൂപ ഇടുന്നു. ഇതിന് ശേഷം ടാർഗറ്റിംഗ്, 2 ടാർഗറ്റിംഗ് ഉണ്ട്. ഓട്ടോമാറ്റിക് ടാർഗറ്റിംഗ്, മാനുവൽ ടാർഗറ്റിംഗ്. ഞാൻ പറഞ്ഞു, നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു 2 രീതിയിലുള്ള ആഡുകൾ നമ്മൾ സെറ്റ് ചെയ്യും. ഓട്ടോമാറ്റിക് ആഡും സെറ്റ് ചെയ്ത് വെക്കും, മാനുവൽ ആഡും സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്താ വെച്ചാൽ ഇതിൽ 2 എന്നുള്ള ഡാറ്റയും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ആദ്യം മാനുവൽ പറയാം. മാനുവൽ എന്താണെന്നുള്ളത്. മാനുവൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുറേ കീവേഡുകൾ അറിയാം. അതായത് പ്ലാസ്റ്റിക് ജാറ്, കിച്ചൺ ജാറ്, സ്പൈസസ് ജാറ്, പെറ്റ് കണ്ടെയ്നർ ഫോർ കിച്ചൺ, സ്ട്രോങ്ങസ്റ്റ് പെറ്റ് കണ്ടെയ്നർ, അല്ലെങ്കിൽ പെറ്റ് കണ്ടെയ്നർ വിച്ച് ടൈറ്റ് ലിഡ്, ഇങ്ങനെയൊക്കെ പല രീതിയിൽ എന്ത് ചെയ്യാം. ഓർഡർലെസ് പെറ്റ് കണ്ടെയ്നർ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കീവേഡുകൾ അറിയാം. ആളുകൾ ആമസോണിൽ വന്ന് സെർച്ച് ചെയ്യും എന്ന് സാധ്യതയുള്ള കീവേഡുകൾ, അവർ വന്ന് സെർച്ച് ചെയ്യും എന്ന് സാധ്യതയുള്ള വാക്കുകൾ നമുക്കറിയാം. അപ്പോൾ ആ വാക്കുകളിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യാം, ഇന്നെന്ന വേർഡുകളിൽ ഇന്നെന്ന വാക്കുകൾ, അതായത് പെറ്റ് കണ്ടെയ്നർ ഫോർ കിച്ചൺ, പെറ്റ് കണ്ടെയ്നർ ഫോർ പ്ലാസ്റ്റിക് ജാർ കണ്ടെയ്നർ, ഓർഡർലെസ് പെറ്റ് കണ്ടെയ്നർ, ഇങ്ങനെ പല രീതിയിലുള്ള വേർഡുകൾ നമുക്കറിയാം. ഇതൊക്കെ വന്നിട്ട് അവർ ആമസോണിൽ സെർച്ച് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ തന്നെ പ്രെഡിക്റ്റ് ചെയ്യണം. ഈ ഒരു വേർഡുകൾ വന്ന് അവർ സെർച്ച് ചെയ്യാൻ സാധ്യത ഉണ്ട്. ഓൾറെഡി ആമസോണിലെ കീവേഡുകൾ ഞാൻ എടുക്കുന്ന പറഞ്ഞു. keyword.ioയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആമസോണിലെ ആളുകൾ സെർച്ച് ചെയ്യുന്ന, നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇതിൽ ഫസ്റ്റ് വീഡിയോയിൽ ആട്രിബ്യൂട്ട് ഷീറ്റിൻ്റെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. keyword.ioയിൽ വെച്ചിട്ട് ഇപ്പം നമ്മളെന്താണ്, പെറ്റ് കണ്ടെയ്നറാണ്. ഇപ്പോൾ PT കണ്ടെയ്നർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിലെന്തുണ്ട്, നമുക്ക് അപ്രോക്സിമേറ്റ് സാധ്യതയുള്ള കീവേഡുകളൊക്കെ കിട്ടും. അതായത് ഏകദേശം ആളുകൾ ട്രൈ ചെയ്യാൻ സാധ്യതയുള്ള keyword tool.io എന്ന് പറഞ്ഞ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് സാധ്യതയുള്ള, ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറേ വരുന്നുണ്ട്. പെറ്റ് കണ്ടെയ്നർ ഫോർ കിച്ചൺ, പെറ്റ് കണ്ടെയ്നർ സെറ്റ്, പെറ്റ് കണ്ടെയ്നർ 2 ലിറ്റർ, പെറ്റ് കണ്ടെയ്നർ 1 ലിറ്റർ, പെറ്റ് കണ്ടെയ്നർ മിൽട്ടൺ, ഇങ്ങനെ പല രീതിയിലുള്ള കീവേഡുകളുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ ഇതിൽ നിന്നൊക്കെ എടുക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ എടുത്തിട്ട് ഈ ഒരു കാര്യങ്ങൾ വെച്ച് നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്, നമ്മുടെ തന്നെ കീവേഡ് സെറ്റ് ചെയ്തിട്ട് ആഡ് സെറ്റ് ചെയ്യുന്നതിനാണ് മാനുവൽ ടാർഗറ്റിംഗ് എന്ന് പറയുക. ഓട്ടോമാറ്റിക് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഓട്ടോമാറ്റിക് ടാർഗറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ആമസോൺ എന്ത് ചെയ്യും, ആമസോൺ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും ബുള്ളറ്റ് പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിൽ നിന്ന് ഈ എന്ത് പ്രൊഡക്റ്റ് ആണെന്ന് ആമസോൺ മനസ്സിലാക്കിയിട്ട് ആമസോൺ തന്നെ അതിന് വേണ്ട കീവേഡുകൾ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യും. അതിനാണ് ഓട്ടോമാറ്റിക് ടാർഗറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ടാർഗറ്റിംഗ് സെറ്റ് ചെയ്യണം, മാനുവൽ ടാർഗറ്റിംഗ് സെറ്റ് ചെയ്യണം. രണ്ടും സെറ്റ് ചെയ്ത് വെച്ചാൽ അതിലുള്ള ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സെയിൽ നോക്കി ഏതിനാണ് കൂടുതൽ സെയിൽ വരുന്നത് എന്നുള്ളത്. ഞാൻ ഇപ്പോൾ ആദ്യം ഓട്ടോമാറ്റിക് ടാർഗറ്റിംഗ് ചെയ്യാണ്. ഓട്ടോമാറ്റിക് ടാർഗറ്റിംഗിൽ ഇവിടെ കാണാം ഡൈനാമിക് ബിഡ് ഡൗൺ ഓൺലി, ഡൈനാമിക് ബിഡ് അപ്പ് ആൻഡ് ഡൗൺ, ഫിക്സഡ് ബിഡ്. അതായത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കോമ്പറ്റീഷൻ വരും. അതായത് ഈ ബിഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ കൊടുക്കുന്ന പെറ്റ് കണ്ടെയ്നറാണ്. ഈ പെറ്റ് കണ്ടെയ്നർ ഗൂഗിളിൽ ആമസോണിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് പെറ്റ് കണ്ടെയ്നറിന് സെർച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ കിച്ചൺ ജാറിന് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഫസ്റ്റ് വന്ന് നിൽക്കും. അപ്പോൾ നമ്മളെ പോലെ തന്നെ ആഡ് കൊടുക്കുന്ന പല സെല്ലേഴ്സ് ഉണ്ടാവും. അതായത് ഒരുപാട് ആളുകൾ നമ്മളെ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, പരസ്യം കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരുമായിട്ട് എന്ത് ചെയ്യണം, ഒരു വില ബേസിലുണ്ടാവണം. അതായത് നമ്മൾ പറയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഫസ്റ്റ് വന്നിട്ട് അതിലൊരാൾ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ 4 രൂപ തരാം, ഒരു ക്ലിക്കിന് 4 രൂപ തരാം. അപ്പോൾ നിങ്ങളുടെ കോമ്പറ്റേറ്റർ ആയിട്ടുള്ള സെല്ലർ പറയാണ് ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 3 രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ എടുത്തിട്ട് ഫസ്റ്റ് നമ്മളെ കാണിക്കും, രണ്ടാമത് ഓരോ കാണിക്കും. കാരണം നമ്മളെ ക്ലിക്ക് ചെയ്താലാണല്ലോ ആമസോൺ കൂടുതൽ പൈസ കിട്ടാം. അപ്പോൾ അവർ പറയും ചിലപ്പോൾ നമ്മൾ ഒരു ക്ലിക്കിന് 5 രൂപ തരാമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് മുന്നിലിട്ട് നമ്മളെടുത്ത് ബാക്കിലിടും. ഇതാണ് ബിഡിങ്. അതായത് എത്ര രൂപയാണ് നമ്മൾ കൂടുതൽ കൊടുക്കുക എന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യണം. നമ്മൾ പറയുകയാണ് ലേലം വിളിക്കുന്ന പോലെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണ് ഇപ്പോൾ കിച്ചൺ ജാർ എന്ന് പറഞ്ഞ ഒരു കീവേഡ് ആളുകൾ സെർച്ച് ചെയ്തിട്ട് നമ്മളെ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആമസോണിൽ പറയുകയാണ് നമ്മൾ അങ്ങനെ ഒരു ക്ലിക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ 6 രൂപ വരെ തരാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കോമ്പറ്റേറ്റർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതുപോലെ തന്നെ ബിഡ് ചെയ്യും. അയാൾ പറയും 5 രൂപ, അയാളുടെ കയ്യിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അയാളുടെ കയ്യിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരാളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 5 രൂപ തരാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ 5 രൂപ എന്ത് ചെയ്യും, അയാൾ നമ്മളെക്കാൾ കുറവാണ്. അപ്പോൾ ആമസോൺ നമ്മളെ മുന്നിൽ കാണിക്കും. നമ്മൾ 12 രൂപ കൊടുത്തും അയാൾ 10 ആണെങ്കിൽ നമ്മൾ മുന്നിൽ കാണിക്കും. അതേ സമയത്ത് നമ്മൾ പറയുകയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ചിട്ട് കസ്റ്റമർ ഇത് ക്ലിക്ക് ചെയ്ത് നമ്മൾ 2 രൂപയെ തരുള്ളൂ, അല്ലെങ്കിൽ 2 രൂപ വരെ തരാൻ റെഡിയാണ്. നമ്മൾ കോമ്പറ്റേറ്റ് ചെയ്യുന്ന ആളുകൾ പറയുകയാണ് 6 രൂപ വരെ തരാൻ റെഡിയാണ്. അപ്പോൾ 6 രൂപ വരെ തരാൻ റെഡിയാണെന്നുള്ള ആളെ ഫസ്റ്റ് കാണിക്കും, നമ്മൾ താഴോട്ട് പോകും. ഇതാണ് ബിഡിങ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് ബിഡ് ഡൗൺ ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളൊരു എമൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഒരു 10 രൂപയോ 8 രൂപയോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. 8 രൂപയിൽ താഴെ മാത്രമേ വരാവുള്ളൂ. 8 രൂപയുടെ മുകളിൽ ആമസോണിന് തോന്നിയ പോലെ ഇൻക്രീസ് ചെയ്യരുത് എന്നുള്ളതാണ് ബിഡ് ഓൺലി പറയണത്. അപ്പോൾ ബിഡ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കോമ്പറ്റീറ്റർക്ക് അനുസരിച്ച് ആമസോൺ തന്നെ അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ് ബിഡ് അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ളത്. ഫിക്സഡ് ബിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ആയിട്ട് എങ്ങനെ സംഭവിച്ചാലും 3 രൂപ അല്ലെങ്കിൽ 2 രൂപ അല്ലെങ്കിൽ 1.5 രൂപ അത് പറയുന്നതാണ് ഫിക്സഡ് ആയിട്ട് ബിഡ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഡൈനാമിക് ബിഡ് ഓൺലി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ പറയുകയാണ് 3 രൂപ വരെ സ്പെൻഡ് ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ 3 രൂപയും 3 രൂപയിൽ താഴെയുള്ളത് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് സ്പെൻഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ നമ്മൾ എടുക്കുന്നത്. ആ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് തുടക്കത്തിൽ. അപ്പോൾ എന്താ വെച്ചാൽ ആഡ് ഗ്രൂപ്പ് 1ന് പകരം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റ് കണ്ടെയ്നർ 1 കൊടുക്കുകയാണ്, അല്ലെങ്കിൽ PT 1 കൊടുക്കുകയാണ്. ആഡ് ഗ്രൂപ്പാണത്. ചിലപ്പോൾ എന്താ വെച്ചാൽ ഒന്നിൽ തന്നെ നമ്മൾ എന്ത് വെച്ചാൽ പല സെയിലുകൾ ചെയ്യും. ഇപ്പോൾ ഈ ഒരു പെറ്റ് കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ സീസണൽ സെയിൽ വന്നാൽ അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് നെയിം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യണം. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ബിഗ് ബേ 18 പീസ് കിച്ചൺ റാക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഒന്നിച്ചുള്ളവാണെങ്കിൽ ഇവിടെ എൻ്റെ ലിസ്റ്റൊക്കെ വെച്ചിട്ട് ചെയ്യാം. അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് പറയാം. നിങ്ങളിപ്പോൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എമൗണ്ട് ആണ്. എത്ര രൂപ വരെ നമ്മൾ 6 രൂപ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് 3 രൂപ ഉണ്ട്. ഇവിടെ സജസ്റ്റഡ് ബിഡ് ഈ ഒരു കാറ്റഗറിയിലുള്ള സാധനത്തിന് അവർ സജസ്റ്റ് ചെയ്യുന്നത് 6 രൂപ 6.95 രൂപയാണ്. 4 മുതൽ 10 വരെ ആൾക്കാർ കൊടുക്കാൻ റെഡിയാണ്. ഇതാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 രൂപ അല്ലെങ്കിൽ 4.5 രൂപ എന്ത് ചെയ്യുക ബിഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ബിഡ് എമൗണ്ട് സജസ്റ്റ് ചെയ്യുന്ന അവർ 6 രൂപയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഏവറേജ് ആണ് 4, 5, 9, 10, 16 ഒരു ഇടയിൽ വരുന്ന ഒരു എമൗണ്ടാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 4 രൂപ മുതൽ 10 രൂപ വരെ കൊടുക്കാൻ ആളുകൾ റെഡിയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് എന്നുള്ളതാണ് അവർ പറയണത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ ഒരു 10 രൂപ കണ്ടിട്ട് എല്ലാ ആഡുകളുടെ ക്ലിക്കുകളും നമുക്ക് പോകുന്നോട്ട് എന്ന് വെച്ച് 10 രൂപ സെറ്റ് ചെയ്യണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 10 രൂപയുടെ 10 ക്ലിക്ക് വന്നാൽ തന്നെ എത്രയായി 100 രൂപ അങ്ങോട്ട് പോകും. നമ്മുടെ ഡെയിലി ബഡ്ജറ്റ് അങ്ങോട്ട് തീരും. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് അവർ പഠിക്കാൻ വേണ്ടിയിട്ട് മിനിമത്തിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു 4.50 രൂപ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളൊരു 4.50 രൂപ സെറ്റ് ചെയ്യുക. നമ്മുടെ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിഡിൻ്റെ എമൗണ്ട്, അതായത് നമ്മൾ കുറഞ്ഞ ബിഡ് ഇട്ടാൽ തന്നെ ഇപ്പോൾ 1.5 റുപ്പീസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളെ പ്രൊഡക്റ്റ് മേലെ വരണം എന്നുള്ളതാണ്. ഇതിന് ആമസോൺ പല കാര്യങ്ങളും എടുക്കുന്നത്. നമ്മളെ പ്രൊഡക്റ്റ് നല്ലതാണോ, കസ്റ്റമേഴ്സ് ആ കണ്ടിട്ട് കൂടുതൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ 10 രൂപ കൊടുത്തു, 10 രൂപ കൊടുത്തിട്ട് ബിഡ് ചെയ്ത സാധനം ആളുകൾ ആരും ക്ലിക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ 2 രൂപയാണ് നമ്മൾ വേറൊരു പ്രൊഡക്റ്റിന് കൊടുത്തത്. ആ ഒരു പ്രൊഡക്റ്റിന് എന്ത് വെച്ചാൽ 2 രൂപ കണ്ടിട്ട് ആൾക്കാർ അല്ല 2 രൂപയുടെ നമ്മൾ ബിഡ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കണ്ടിട്ട് ആളുകൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആമസോണിന് ലാഭം ആമസോണിനെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടാൽ അവർക്ക് പൈസ കിട്ടില്ല, ക്ലിക്ക് ചെയ്യണം. അപ്പോൾ 10 രൂപ നമ്മൾ ബിഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആരും അത് ക്ലിക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അവർക്ക് അതുകൊണ്ട് കാര്യമില്ലല്ലോ. 2 രൂപ കണ്ടിട്ട് എല്ലാവരും ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് അവർ ഫസ്റ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ബാഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇത് ജസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഡിഫോൾട്ട് ബിഡ് കൊടുത്തു, ഒരു 4.5 രൂപയൊക്കെ കൊടുത്തു. നെഗറ്റീവ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കീവേഡിൽ നമുക്ക് വരരുത് എന്നുള്ളതാണ്. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ ഹോഷു എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് നമ്മൾ ടേബിളിനൊക്കെ ക്ലിപ്പ് ഇടുന്നില്ലേ, ആ ഹോഷു ക്ലിപ്പ്. അപ്പോൾ ഹോഷു എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കീവേഡൊക്കെ സെറ്റ് ചെയ്ത് ഹോഷു പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ടാർഗറ്റിംഗ് നമുക്ക് കൊടുക്കാം ഷൂ അല്ല ഇത് എന്നുള്ളത്. അതായത് ഷൂ എന്ന് പറഞ്ഞ സാധനത്തിൽ ഷൂ ഫോർ മെൻ, ഷൂ ഫോർ വുമൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നെഗറ്റീവ് ടാർഗറ്റ്. അതായത് ചിലപ്പോൾ ഷൂ സെർച്ച് ചെയ്ത് വരുന്ന ആൾക്കാണ് ഇത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ടാർഗറ്റിൽ അത് കൊടുക്കാം. നമുക്ക് ഇവിടെ നെഗറ്റീവ് ടാർഗറ്റിംഗ് ഒന്നും വേണ്ട, നെഗറ്റീവ് പ്രൊഡക്റ്റ് ടാർഗറ്റിംഗ് ഒന്നും വേണ്ട. നെഗറ്റീവ് പ്രൊഡക്റ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കും, ഇന്ന പ്രൊഡക്റ്റ് ഇത് വേണ്ട, അതൊന്നും ഇപ്പോൾ വേണ്ട, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതൊന്ന് സെറ്റ് ചെയ്താൽ മതി. ഇവിടെ ലോഞ്ച് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമ്പയിന് ലോഞ്ച് ആവും. ഇവിടെ നമ്മൾ എന്താ ക്യാമ്പയിൻ ലോഞ്ച് ആയി കണ്ടോ, കൺഗ്രാജുലേഷൻസ് യുവർ ക്യാമ്പയിൻ ലോഞ്ചേഡ് സക്സസ്ഫുള്ളി. ഇപ്പോൾ പെറ്റ് കണ്ടെയ്നറാണ്, ഇന്ന ഡേറ്റിലാണ്, എൻ്റെ ഡേറ്റ് ഇല്ല, ഡെയിലി 100 രൂപയാണ്, ഡൈനാമിക് ടാർഗറ്റിംഗ് ആണ്, ബിഡ് ഓൺലി, ബിഡ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ഓട്ടോമാറ്റിക് ക്യാമ്പയിൻ സെറ്റ് ചെയ്യുക. ആ ഓട്ടോമാറ്റിക് ക്യാമ്പയിൻ സെറ്റ് ചെയ്തിട്ട് ഒരു 2 ആഴ്ച അത് റണ്ണാവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ ഏതൊക്കെ കീവേഡാണ് സെർച്ച് ചെയ്യുന്നത്, ഏതൊക്കെ കീവേഡാണ് ഇതിൽ വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. രണ്ടാമത്തേത് മാനുവൽ ക്യാമ്പയിനാണ്. അപ്പോൾ മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ മാനുവലിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നില്ല, ഡൗട്ട് ആക്കുന്നില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ എന്താ വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കുറേ ക്ലിയർ ആവും. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ എന്താണ് പ്രൊഡക്റ്റ് എടുക്കുകയാണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പോൺസേർഡ് പ്രൊഡക്റ്റാണ്. ഇവിടെ ക്യാമ്പയിൻ നെയിം എന്താണ്, പെറ്റ് മാനുവൽ കൊടുക്കുകയാണ്. മാനുവൽ കൊടുത്തിട്ട് എൻ്റെ ഡേറ്റ് കൊടുക്കണില്ല, ഡെയിലി 100 രൂപ ബഡ്ജറ്റിലാണ് ചെയ്യുന്നത്. മാനുവൽ ടാർഗറ്റിംഗ് ആണ്. ഇപ്പോൾ മാനുവൽ കണ്ടാലും ഇവിടെ ബിഡിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ബിഡ് ഡൗൺ കൊടുത്താൽ മതി. നേരത്തെ ചെയ്ത പോലെ തന്നെ ആഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എന്താണ് PT 1 കൊടുക്കുകയാണ്. ആഡ് ഗ്രൂപ്പ് അത് തന്നെ സെയിം ആണ്, നമ്മുടെ പ്രൊഡക്റ്റ് നേരത്തെ എടുത്ത അതേ സെയിം പ്രൊഡക്റ്റാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് ആഡ് ചെയ്തു.
അതിനുശേഷം താഴോട്ട് ഇവിടെ കണ്ടോ, ഇവിടെ പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, ടാർഗറ്റിംഗ്. ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടാർഗറ്റിംഗ് ആമസോൺ തന്നെ എന്ത് ചെയ്യും, കീവേഡുകൾ എടുത്തോളും. ഏതൊക്കെ കീവേഡാണല്ലോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ടാർഗറ്റ് തുടങ്ങണം. കീവേഡ് ടാർഗറ്റിംഗ് ഉണ്ട്, പ്രൊഡക്റ്റ് ടാർഗറ്റിംഗ് ഉണ്ട്. പ്രൊഡക്റ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് വേസ്, ഏതൊക്കെ പ്രൊഡക്റ്റ് ആണോ പ്രൊഡക്റ്റ് വേസ് ടാർഗറ്റ് ചെയ്യുന്നതിനാണ് പ്രൊഡക്റ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുക. നിങ്ങൾ അത് ചെയ്യേണ്ട, കീവേഡ് ടാർഗറ്റിംഗ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ഭാഗം വരുന്നത് വെച്ചാൽ കീവേഡ് ടാർഗറ്റിംഗ് ആണ്. ഇവിടെ നമുക്ക് കാണാം ആമസോൺ ഏകദേശം നമ്മുടെ പ്രൊഡക്റ്റ് ആളുകൾ വാങ്ങാൻ സാധ്യതയുള്ള കീവേഡുകളൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് എല്ലാ കീവേഡുകളും ഏകദേശം ആളുകൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ കീവേഡുകളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മാച്ച് ടൈപ്പ് കാണാം, ബ്രോഡ്, ഫേസ്, എക്സാക്റ്റ് എന്ന് 3 ടൈപ്പ് ഉണ്ട്. അതായത് ബ്രോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിച്ചൺ സെറ്റ്. അപ്പോൾ കിച്ചൺ സെറ്റ് എന്ന് പറയുന്നത് കിച്ചൺ സെറ്റ് 2 വേർഡുകളാണ്. ഈ വേർഡുകളുടെ ഇടയിൽ ഒന്നെങ്കിൽ കിച്ചൺ സെറ്റിൻ്റെ നടുവിൽ വരാം, അല്ലെങ്കിൽ കിച്ചണിൻ്റെ മുന്നിൽ വരാം, അല്ലെങ്കിൽ സെറ്റിന് ശേഷം വരാം, അല്ലെങ്കിൽ സെറ്റ് മുന്നിലും കിച്ചണിന് ശേഷം വരാം. ഈ 2 വേർഡുകൾ എങ്ങനെയും തിരിച്ചും മറിച്ചും എങ്ങനെയും ഇതിൻ്റെ മുന്നിലും പിന്നിലൊക്കെ പല വേർഡുകളായിട്ട് നമുക്ക് എന്തും ഇടാം എന്നുള്ളതാണ് ബ്രോഡ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിച്ചൺ യൂട്ടൻസിൽസ് സെറ്റ്, ഇതിൽ കിച്ചൺ യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്ത് ചെയ്യുന്നത് ആമസോൺ സജസ്റ്റ് ചെയ്യും. സെറ്റും വന്നിട്ടുണ്ട്, കിച്ചണും സെറ്റും വരുന്ന എല്ലാ വേർഡുകളും വരും. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലെയർ കിച്ചൺ സെറ്റ്, 4 ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷേ കിച്ചൺ സെറ്റ് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു അത് വന്നു. 4 ലെയർ കിച്ചൺ യൂട്ടൻസിൽസ് സെറ്റ് വരാം. 4 ലെയർ കിച്ചൺ സെറ്റ് ഫോർ ബേബീസ് എന്നോ അല്ലെങ്കിൽ കിച്ചൺ സെറ്റ് ഫോർ വുമൻസ് എന്നങ്ങ് വരാം, എന്തും വരാം. ഈ കിച്ചൺ സെറ്റ് എന്ന് പറഞ്ഞാൽ 2 വേർഡ് അതിൽ ഉണ്ടാവണമെന്നേ നിർബന്ധമുള്ളൂ. അതിൻ്റെ മുന്നിലും പിന്നിലും നടുവിലൊക്കെ എന്ത് വേണമെങ്കിലും എന്ത് വെച്ചാൽ ആമസോൺ സജസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ബ്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോഡ് നിങ്ങൾ മാക്സിമം ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. രണ്ടാമത്തെ ഫ്രേസ് ആണ്. ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് വെച്ചാൽ കിച്ചൺ സെറ്റ് എന്ന് പറഞ്ഞ വേർഡ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നിച്ച് വരണം. അതിൻ്റെ മുന്നിലും പിന്നിലും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ ഇപ്പോൾ 4 ലെയർ കിച്ചൺ സെറ്റ്, പിന്നെ കിച്ചൺ സെറ്റ് ഫോർ വുമൺ, കിച്ചൺ സെറ്റ് ഫോർ ഇല്ലെങ്കിൽ ബിഗ് കിച്ചൺ സെറ്റ്, ഇല്ലെങ്കിൽ ബെസ്റ്റ് കിച്ചൺ സെറ്റ്, ഇല്ലെങ്കിൽ കിച്ചൺ സെറ്റ് ഓഫ് 2 ലിറ്റർ. ഇതുപോലെ കിച്ചൺ സെറ്റ് എന്ന് പറഞ്ഞുള്ള സാധനം അവിടെ തന്നെ വരും. അതിൻ്റെ മുന്നിലും പിന്നിലും പല വേർഡുകളായിട്ട് ആമസോൺ സജസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് കിച്ചൺ സെറ്റ് ഫ്രേസ് എന്ന് പറയുന്ന സാധനം. എക്സാക്റ്റ് എന്ന് പറഞ്ഞാൽ കിച്ചൺ സെറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിട്ടണം. ആളുകൾ വന്ന് കിച്ചൺ സെറ്റ് എന്ന് സെർച്ച് ചെയ്താൽ മാത്രമേ നമ്മൾ ആഡ് എണ്ണയുണ്ടില്ല നമ്മളെ പ്രൊഡക്റ്റ് കാണിക്കണ്ടു എന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് കൊടുത്താൽ മതി. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഫ്രേസും കൊടുക്കുക, എക്സാക്റ്റും കൊടുക്കുക. ബ്രോഡ് ഇനീഷ്യലി നമുക്ക് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രോഡിൻ്റെ ജസ്റ്റ് കൊടുത്തേക്കാം. ഇപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. ബ്രോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എന്തെന്ന് വെച്ചാൽ ആളുകൾ കാണും, പല രീതിയിൽ സെർച്ച് ചെയ്യുന്ന ആളുകളൊക്കെ കാണും. അപ്പോൾ എന്താ വെച്ചാൽ ബ്രോഡ് കൊടുക്കുക, പക്ഷേ ബിഡ് റേറ്റ് വളരെ കുറച്ച് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഉദ്ദേശം ഇതിൽ നമ്മൾ ആഡ് ഇനീഷ്യലി സെറ്റ് ചെയ്യുന്നത് ഇനീഷ്യലി ആഡ് സെറ്റ് ചെയ്തിട്ട് ആളുകൾ എങ്ങനെയൊക്കെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ സെർച്ച് ചെയ്യുന്നുണ്ട്, ഏത് രീതിയിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകൾ ഈ സാധനം നോക്കുന്നത്, ഏത് രീതിയിൽ സെർച്ച് ചെയ്യുന്നവരാണ് കൂടുതൽ ആളുകൾ ഈ സാധനം വാങ്ങുന്നത് എന്നുള്ള ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ബ്രോഡിൽ കുറഞ്ഞ ബിറ്റിൽ കൊടുക്കുക, ബിഡ് റേറ്റ് വളരെ കുറച്ചിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ ബ്രോഡും കൂടെ സെറ്റ് ചെയ്യാം. പിന്നെ ഫ്രൈസിലും പിന്നെ എക്സാക്റ്റിലുമാണ് കൂടുതൽ സെയിലുകൾ നമുക്ക് കൺവേർട്ട് ആയിട്ട് വരിക. ബ്രോഡിൽ കാരണം കുറേ ആളുകൾ സെർച്ച് ചെയ്യുന്നതുകൊണ്ട് പല രീതിയിലുള്ള ടേമുകൾ വരാൻ പറ്റും, പല രീതിയിൽ മുന്നിലും പിന്നിലൊക്കെ ആഡ് ചെയ്ത് കോമ്പിനേഷൻ വരാം. ഇപ്പോൾ എന്ന് വെച്ചാൽ കിച്ചൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ അവിടെ എടുക്കുന്നില്ല, കാരണം നമ്മളെ പെറ്റ് കണ്ടെയ്നറാണ്, PT കണ്ടെയ്നറാണ്. അത് കിച്ചൺ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു കോമൺ ജനറൽ കാറ്റഗറി ആയിപ്പോൾ അത് ഞാൻ എടുക്കുന്നില്ല. കിച്ചൺ സ്റ്റോറേജ് കണ്ടെയ്നർ സെറ്റ് ഇത് നമ്മൾ കുറച്ചുകൂടെ എന്താണ് നമുക്ക് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഫ്രൈസ് ആഡ് ചെയ്യാണ്, എക്സാക്റ്റ് ആഡ് ചെയ്യാണ്, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് ബ്രോഡ് ഇടയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ബിഡ് റേറ്റ് കാണാം. ഇത് ആമസോൺ സജസ്റ്റ് ചെയ്യുന്ന ബിഡ് റേറ്റ് ആണ്. ആമസോൺ ഇത്രയാണ് പറയണത്, നമുക്ക് ഇതന്നെ കൊടുക്കണമെന്നില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ ചില സമയത്ത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ 100 രൂപയാണല്ലോ ഡെയിലി പ്രൈസ് ഇട്ടത്. അപ്പോൾ എന്താ വെച്ചാൽ 2.97 എന്ത് ചെയ്യുന്നത്, പിന്നെ ഇവർ പറയുന്ന മിനിമം ബിഡ്. അപ്പോൾ നമ്മൾ 3 രൂപ എന്ത് ചെയ്തു മിനിമം നമ്മളെ ബിഡായിട്ട് സെറ്റ് ചെയ്തു. ഇവിടെ 2.75 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതും ഒരു 3 രൂപ എന്ത് ചെയ്യാം ബിഡായിട്ട് സെറ്റ് ചെയ്തു. 3.43 പറഞ്ഞത്. അപ്പോൾ 3.5 നമുക്ക് ബിഡായിട്ട് സെറ്റ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾ എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഇത് ശരിക്കും ആമസോൺ ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രയൽ ആൻഡ് ഫിക്സ് മെത്തേഡാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സാധനം ഇട്ട് നോക്കുക, അത് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിനേക്കാൾ കൂട്ടണോ കുറക്കണോ എന്ന് അറിയണമെങ്കിൽ ഇതൊന്ന് ഇട്ട് നോക്കണം, തെറ്റുകൾ വന്നിട്ട് തിരുത്തണം. അതായത് നമ്മൾ ആദ്യം 3 രൂപ ഇട്ട് നോക്കുക, വർക്ക് ചെയ്യുന്നുണ്ടോ, 3 രൂപ കുഴപ്പമില്ല, അല്ലെങ്കിൽ 3 രൂപയിൽ കുറവാണ്, അപ്പോൾ കുറച്ച് കൂട്ടി കൊടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ 3 രൂപ കൂടുതലാണ്, കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ട്രയൽ ആൻഡ് ഫിക്സ് മെത്തേഡിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആമസോൺ ആഡ് ചെയ്യാൻ. അതായത് ഇങ്ങനെ തിരുത്തി നമ്മൾ എന്ത് വെച്ചാൽ ഏകദേശം 2-3 മാസം കൊണ്ട് ഈ സാധനത്തിൻ്റെ ഡാറ്റ മുഴുവൻ കിട്ടി ഈ രീതിയിൽ കൊടുത്താൽ ഇത് നല്ല സെയിൽ കിട്ടും എന്നുള്ള രീതിയിൽ എത്തിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബിഡ് ഒരുപാട് ഇപ്പോൾ നമ്മൾ 7 രൂപ 6 രൂപ 82 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ഒരുപാട് രൂപ ബിഡ് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പെൻഡ് ചെയ്ത സാധനം നമ്മൾ ഡെയിലി ലിമിറ്റ് തീർന്നു. അതേസമയം നിങ്ങൾ തീരെ കുറച്ചും കൊടുക്കരുത്. തീരെ കുറച്ച് കഴിഞ്ഞാൽ ആരും കാണാതെ ആ ആഡ് സ്പെൻഡ് ആവാതെ പോകും. അതുകൊണ്ട് നിങ്ങൾ എന്താ വെച്ചാൽ ഇതുപോലെ ഏവറേജ് കൊടുക്കാം. നമുക്ക് കിച്ചൺ കണ്ടെയ്നർ സെറ്റ് എന്ത് ചെയ്യാം നമുക്ക് കൊടുക്കാം, ആഡും ഫ്രൈസും എക്സാക്റ്റും കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 4 രൂപ ഞാൻ കൊടുക്കുന്നില്ല, ഒരു 3 രൂപ 3.2 രൂപ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ 3.3 എന്നുള്ള എടുക്കുന്നതാണ് 3.3
3.5 കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 3.26 പറഞ്ഞാൽ 3.4 കൊടുക്കുകയാണ്. ഇതുപോലെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പ്ലാസ്റ്റിക് കണ്ടെയ്നർ സെറ്റാണ്, അതും ബ്രോഡ് ചെയ്ത് ഒന്നിച്ച് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ബിഡ് കൊടുത്താൽ മതി. ഇപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ആഡ് ചെയ്ത് നോക്കുക. പ്ലാസ്റ്റിക് കിച്ചൺ സ്റ്റോറേജ് പ്ലാസ്റ്റിക് കണ്ടെയ്നർ കിച്ചൺ സ്റ്റോറേജ് പ്ലാസ്റ്റിക് വേണമെങ്കിൽ അത് കൊടുക്കാം. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. കിച്ചൺ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നില്ല, അതൊരു ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് ചിലപ്പോൾ പല രീതിയിൽ ആളുകൾ സെർച്ച് ചെയ്യാൻ നോക്കും, അത് ഞാൻ എടുക്കുന്നില്ല. കിച്ചൺ കണ്ടെയ്നർ സെറ്റ് പ്ലാസ്റ്റിക് അത് വേണമെങ്കിൽ കൊടുക്കാം. സ്റ്റോറേജ് കണ്ടെയ്നർ കൊടുക്കാം, കുഴപ്പമില്ല, പക്ഷേ ബിഡ് റേറ്റ് കുറച്ച് കൊടുത്താൽ മതി. പ്ലാസ്റ്റിക് കണ്ടെയ്നർ കൊടുക്കാം. പ്ലാസ്റ്റിക് കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്നതാണ്. കിച്ചൺ കണ്ടെയ്നർ ഞാൻ കൊടുക്കുന്നില്ല, കിച്ചൺ കണ്ടെയ്നർ സെറ്റ് കൊടുക്കുന്നില്ല. കിച്ചൺ സ്റ്റോറേജ് കണ്ടെയ്നർ വേണം കൊടുക്കാം, സ്റ്റോറേജ് കണ്ടെയ്നർ സെറ്റ് വേണം കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ബിഡ് ഇപ്പോൾ ചേഞ്ച് ചെയ്യണം കേട്ടോ. പ്ലാസ്റ്റിക് സ്റ്റോറേജ് വേണം കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കീവേഡുകൾ ഏകദേശം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതാണ്ടോ 500 ml സ്റ്റോറേജ് കണ്ടെയ്നർ കിച്ചൺ 500 ml നമുക്ക് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ എല്ലാ കീവേഡുകളും എന്ത് ചെയ്യുക, ഇതിൽ നോക്കിയിട്ട് 100 ml കണ്ടെയ്നർ നമുക്ക് ഉണ്ട്, അപ്പോൾ അത് കൊടുക്കുക. 18 പീസ് കണ്ടെയ്നർ സെറ്റ്, ഇത് നമ്മുടെ എക്സാക്റ്റ് നമുക്ക് ഏകദേശം വരുന്നതാണ്, എക്സാക്റ്റും ബ്രോഡൊക്കെ കൊടുക്കാം നമുക്ക്. അപ്പോൾ എന്താ വെച്ചാൽ അത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്താ വെച്ചാൽ ഇവിടെ ബിഡ് റേറ്റ് എന്ത് ചെയ്യുക, മാറ്റുക. നേരത്തെ കാണിച്ച പോലെ തന്നെ എന്ത് ചെയ്യുക, ബിഡ് റേറ്റ് ഏകദേശം മാറ്റുക. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഓരോന്ന് ഇങ്ങനെ ഇടുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക പല രീതിയിൽ. ഇപ്പോൾ 1.8 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.9 ഇല്ല 2 ഇട്ട് കൊടുക്കുക. 2.2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ എന്ത് ചെയ്യുക വെച്ചാൽ 2.3 കാര്യങ്ങൾ നോക്കുക. ഇതുപോലെ എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബിഡ് റേറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നെഗറ്റീവ് കീവേഡ് ടാർഗറ്റിംഗ് ആണ്. നെഗറ്റീവ് കീവേഡ് ടാർഗറ്റിംഗ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നെഗറ്റീവ് കൊടുക്കാം, പക്ഷേ തുടക്കത്തിൽ നിങ്ങൾ അത് കൊടുക്കണം, ജസ്റ്റ് ലോഞ്ച് ചെയ്താൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ ആഡിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആമസോൺ PPC ആഡുകൾ എങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് A to Z ആയിട്ട് ചെയ്യാന്നുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചാൽ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളെ ആഡ് സെറ്റിങ്ങിനുള്ള മാനുവൽ ആഡ് സെറ്റിങ്ങിലല്ല, നമ്മൾ ലോഞ്ച് ക്യാമ്പയിൻ കൊടുത്താൽ മതി. ലോഞ്ച് ക്യാമ്പയിൻ കൊടുത്തു കഴിഞ്ഞാൽ അതാണോ സക്സസ്ഫുള്ളി കൺഗ്രാജുലേഷൻ യുവർ ക്യാമ്പയിൻ സക്സസ്ഫുള്ളി, പിന്നെ ലോഞ്ച് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മളെ ഇത് വന്നു. PET മാനുവൽ എന്നാണ് കൊടുത്തത്, എൻ്റെ ഡേറ്റ് ഇല്ല, 100 രൂപയാണ്. കാരണം ഈ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടു. നമ്മൾ ഗോ ടു ക്യാമ്പയിൻ മാനേജറിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ആഡ് രണ്ടും എന്താണ് ആക്റ്റീവാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം, ഞാനിപ്പോൾ ഒരുപാട് ആഡുകൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്കത് കുറേ ആഡുകൾ ഇവിടെ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ കാണാം, എന്താ ഇവിടെ കണ്ടോ PET മാനുവൽ ഡെലിവറിങ്. അതായത് ഈ സാധനം എന്താണ് ഇപ്പോൾ ആമസോണിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ കാണാം സ്പെൻഡ് എന്ന് പറഞ്ഞിട്ടാണ്, എത്ര രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു PET കണ്ടെയ്നർ മാനുവൽ എന്ന് പറഞ്ഞ സാധനം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PET കണ്ടെയ്നർ മാനുവൽ എന്ന് പറഞ്ഞ ആഡാണ്, ഞാനിത് എടുത്തിട്ടുണ്ട്. എടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ ടോട്ടൽ സ്പെൻഡ് 0 ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. സെയിൽസ് ഇവിടെ കാണിക്കും. ഏക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപ സെയിൽ കിട്ടി എന്നുള്ള അതിൻ്റെ റേഷ്യോ ആണ് ഏക്കോസ്. ഇംപ്രഷൻസ് പറഞ്ഞാൽ എത്ര പേര് ഇത് കണ്ടു എന്നുള്ളതാണ് ഇംപ്രഷൻ. കണ്ടിട്ട് എത്ര പേര് ക്ലിക്ക് ചെയ്തു എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ഇപ്പോൾ 1000 പേര് കണ്ടു, 10 പേരാണ് ക്ലിക്ക് ചെയ്തത്. നമ്മളെ ബിഡ് റേറ്റ് 10 രൂപയാണ്. 10 പേര് ക്ലിക്ക് ചെയ്തു, 10 രൂപയാണ് ബിഡ് റേറ്റ് എങ്കിൽ നമ്മൾ സ്പെൻഡ് ആയിട്ടുണ്ടാവുക 100 രൂപയായിരിക്കും. ഇതുപോലെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എമൗണ്ട് സ്പെൻഡ് ആവുക. ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആഡിൻ്റെ ഡാറ്റകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, എന്താണ് കാര്യങ്ങളെന്നൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഇതിലിപ്പോൾ നമ്മൾ ഇനീഷ്യലി സെറ്റ് ചെയ്തുകൊണ്ടാണ് ഡാറ്റ ഒന്നും ഇല്ലാത്തത്. ഏകദേശം ഒരു മാസം റൺ ചെയ്താൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഏകദേശം കംപ്ലീറ്റ് ഡാറ്റയിൽ വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. നിങ്ങൾ ആഡൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് ഡീപ്പായിട്ട് ആഡിലേക്ക് പോകുന്നില്ല. ഇത്രയും അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ആഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് കാണിക്കുന്നുണ്ട്, സെയിൽസ് എമൗണ്ട് കാണിക്കുന്നത്, ഇത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, 10 രൂപയാണ് നമ്മൾ ഏക്കോസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്ലിക്ക് കണ്ടോ 10%, 8% ഒക്കെയാണ് നമ്മൾ ഏക്കോസ് വരുന്നത്. ക്ലിക്ക് 718 ക്ലിക്ക് വന്നിട്ടുണ്ട് കണ്ടോ, ഇതിങ്ങനെ വരികയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ഇങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് ചെയ്യാം. ആഡിനെ കുറിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ എന്തായാലും നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടി വരും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ പ്രൊഡക്റ്റ് ആമസോണിൽ ആഡ് വന്നിട്ട് നിങ്ങൾ നല്ല ബിഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിൽ ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ സെയിൽ വരാൻ തുടങ്ങും. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നേ 5 രൂപയാണ് 5 സെയിലാണ് വന്നിരുന്നെങ്കിൽ ഈ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 സെയിൽ വന്നു തുടങ്ങും. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിൽ ആഡ് സെറ്റ് ചെയ്തിട്ട് സെയിൽ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഈ ആഡിൻ്റെ കാര്യങ്ങൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ പറയുന്നത്. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ ആഡ് കൊടുക്കണമെങ്കിൽ ബൈ ബോക്സ് വേണം. ബൈ ബോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് കൊടുക്കാൻ പറ്റും. പക്ഷേ ബൈ ബോക്സ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഓർഡർ വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും പല രീതിയിലൊക്കെ ആമസോണിലൊക്കെ കാണുന്നതനുസരിച്ച് സാധനം വാങ്ങും. അപ്പോൾ എന്താ വെച്ചാൽ ആഡ് സെറ്റ് ചെയ്യാതെ ബൈ ബോക്സ് ഇല്ലാതെ തന്നെ ഓർഡർ വരും. അപ്പോൾ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓർഡർ നമ്മുടെ ആമസോൺ പാനലിൽ ഇപ്പോൾ നമ്മുടെ സെല്ലർ സെൻറ്ററിൽ വന്നു കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ ഈ ഓർഡറിനെ
നമുക്ക് പിന്നെ മാനേജ് ചെയ്യാം, ഈ ഓർഡറിനെ എങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഈ ഓർഡറിനെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലേബലൊക്കെ എടുക്കാം, എങ്ങനെ ഇതിൻ്റെ പിന്നെ ഷിപ്പിങ്ങിലേക്ക് നമുക്ക് ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ആമസോൺ എങ്ങനെയാണ് അത് വന്നെടുക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പാനൽ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ആഡിൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൈബോക്സ് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രൊഡക്റ്റ് ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആഡ് ബൈബോക്സ് വാങ്ങുക, ബൈബോക്സ് കിട്ടിയതിന് ശേഷം എന്താ വെച്ചാൽ ആഡ് സെറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഇല്ല, നിങ്ങൾ FB ആണ് ചെയ്യുന്നതെങ്കിൽ ബൈബോക്സ് നിങ്ങൾക്ക് ഉണ്ടാവും ഓൾറെഡി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ ആഡ് സെറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം.